പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ദിവസം എങ്ങനെയുണ്ട്? രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് സംസാരിച്ചുവോ? പ്രാർത്ഥിച്ചുവോ? വേദവചനം വായിച്ചുവോ? ദൈവം കൂടെയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമുണ്ടാകും, ശരിയല്ലേ? കഷ്ടങ്ങളും പ്രയാസങ്ങളും വരും. അതിന്റെ നടുവിൽ നിങ്ങൾ സദാ ധൈര്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ യേശുവിന്റെ കൈപിടിച്ച് നടക്കുന്ന അനുഭവത്തിൽ നിങ്ങൾ സ്ഥിരമായിരിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് വേദവചനം ധ്യാനിക്കണം. ഈ സ്ഥലം കണ്ടോ? നന്നായിട്ടുണ്ടല്ലേ? ഒരു കടൽ തീരത്ത് മീൻ പിടിക്കുന്നവരെല്ലാം അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തോണിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് തന്നു. ഇന്ന് ദൈവം ഞങ്ങളോട് പറയുന്ന വാക്ക് എന്താണെന്നറിയണമെന്ന് ചോദിക്കുകയാണോ? യോശുവ 3:7 അവർ കാൺകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിന്നെ ഞാൻ വലിയവനാക്കും എന്ന് ദൈവം പറയുന്നു. എന്റെ മകനെ നിന്നെ വലിയവനാക്കും, എന്റെ മകളെ നിന്നെ വലിയവളാക്കും. അവരെല്ലാവരും കാൺകെ. നിങ്ങളുടെ ചുറ്റുമുള്ളവരില്ലേ? നിങ്ങൾ വസിക്കുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും ശുശ്രൂഷ ചെയ്യുന്നിടത്തും ബിസിനസ് ചെയ്യുന്നിടത്തും യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ട് നിങ്ങളെ ചിലർ തരം താഴ്ത്തി സംസാരിക്കുന്നില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പരിഹസിക്കുന്നില്ലേ? നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നതുകൊണ്ട് ദുഷിച്ച് സംസാരിക്കുന്നില്ലേ? നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കുന്ന, നിങ്ങളുടെ ചുറ്റും നിങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ വലിയവനാക്കും എന്ന് യേശു പറയുന്നു. ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ജീവിതമാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ചെറുപ്പത്തിൽ ഞാൻ മരണക്കിടക്കയിൽ മരിക്കാൻ കിടന്നിരുന്നപ്പോൾ യേശു തൊട്ട് സൗഖ്യമാക്കി. ഹൃദയം വീങ്ങിയിരുന്നു, വലത്തെ കാലിന് ചലനശേഷിയില്ലാതായി. യേശു എന്നെ അന്വേഷിച്ചു വന്ന് തൊട്ട് സുഖപ്പെടുത്തി തന്നു. അതിനുശേഷമാണ് യേശു എങ്ങനെയുള്ളവനെന്നറിയാനായി വേദപുസ്തകം വാങ്ങി വായിച്ചത്. ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചു, ഞാനത് സ്വീകരിച്ചു. സ്വന്തം ഗ്രാമത്തിലിരുന്ന് ദൈവവേല ചെയ്യണമെന്ന് പറഞ്ഞു. സ്വന്തം ഗ്രാമത്തിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നത് പ്രയാസമാണ്. യേശുവിന് നസറേത്തിൽ ശുശ്രൂഷ ചെയ്യാനായില്ല. അപ്പോൾ ഞാൻ സ്വന്തം ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ബന്ധുക്കളെല്ലാവരും തടഞ്ഞു. അവരെല്ലാം മന്യമതക്കാരാണ്. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ പിറന്നവനാണ്. ബന്ധുക്കൾ വരും. അവർ വരുമ്പോൾ ഞാനന്ന് ചെറുപ്പമായിരുന്നു. എന്നോട് ചോദിക്കും, നീ എന്താ ഗ്രാമങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ? യേശു നിന്നെ സുഖപ്പെടുത്തിയെങ്കിൽ അത് നീ മാത്രം അറിഞ്ഞാൽ മതി. ആ നേരം കൊണ്ട് ജോലി ചെയ്ത് സമ്പാദിച്ചുകൂടെ എന്ന് വീട്ടിൽ വരുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവർക്ക് യേശുവിനെക്കുറിച്ച് അറിയില്ല. അറിവില്ലായ്മ. എനിക്ക് യേശു അത്ഭുതം ചെയ്തു. മരിക്കാൻ കിടന്നിരുന്ന് എനിക്ക് പുതുജീവൻ നൽകി. അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മതവിദ്വേഷം, ജാതിവിദ്വേഷം, ജനവിദ്വേഷം അതിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് നീ ഗ്രാമം തോറും പ്രസംഗിക്കുന്നത് നിർത്ത് എന്ന് പറയും. അതിനാൽ ബന്ധുക്കൾ വന്നാൽ ഞാൻ പുറകിലെ വാതിലിലൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ആരുടെയും കല്യാണത്തിനോ വിശേഷത്തിനോ ഒന്നും ഞാൻ പോകാറില്ല. പോയാൽ ചോദിക്കും, എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൂടെ? എന്തിനാണ് മതപ്രചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരങ്ങനെ പറയും. തരം താഴ്ത്തി സംസാരിക്കും. എന്നെ ദുഷിച്ച് സംസാരിക്കും. അവർക്കതിനെക്കുറിച്ച് അറിയാത്തതാണ് കാരണം. അന്ന് അവരുടെ നടുവിൽ ഞാൻ താഴ്ത്തപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അതെല്ലാം സഹിച്ചുകൊണ്ട് യേശുവിനായി ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ കർത്താവ് ആശീർവദിച്ചു, ശുശ്രൂഷയെ വലിയവനാക്കി മഹത്വപ്പെടുത്തി. അതിനുശേഷം കുറച്ചുകാലം കഴിഞ്ഞ് അതേ ആൾക്കാര്, നീ എവിടെയൊക്കെയോ പോകുന്നല്ലോ, ഒരു തവണ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആശീർവദിക്ക്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വന്ന് ഞങ്ങളെ ആശീർവദിക്കണമെന്ന് വിളിക്കാൻ ആരംഭിച്ചു. ആരൊക്കെ നിന്ദിച്ച് തരം താഴ്ത്തി സംസാരിച്ചുവോ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ കർത്താവ് മഹത്വപ്പെടുത്തി. വരുന്ന ജനക്കൂട്ടത്തെയും അത്ഭുതങ്ങളെയും കണ്ടിട്ട് അവരിപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് നീ വന്നാൽ തന്നെ ആശീർവാദമുണ്ടാകുമെന്ന് പറയുന്നു. വിവാഹങ്ങൾ നടന്നാൽ അവര് എന്നെ വിളിക്കാറുണ്ട്. അവരിപ്പോഴും ഹൈന്ദവ ആചാരപ്രകാരമാണ് എല്ലാം നടത്തുന്നത്. എന്നാലും നീ വന്ന് മക്കളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൈവച്ച് അവരെ അനുഗ്രഹിക്കണം എന്ന് പറയും. ആരുടെ കൺമുന്നിൽ വെച്ചാണോ ഞാൻ നിന്ദിക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതും അവരുടെ കൺമുന്നിൽ വെച്ച് കർത്താവ് എന്നെ മഹത്വപ്പെടുത്തി. യേശു പറഞ്ഞു, നിന്നെ അവരുടെ കൺമുന്നിൽ വെച്ച് മഹത്വപ്പെടുത്തും. ഇന്ന് ജോലി ചെയ്യുന്നിടത്തോ വസിക്കുന്നിടത്തോ എവിടെ നിങ്ങളെ നിന്ദിച്ച് സംസാരിക്കുന്നുവോ അവിടെ യേശു നിങ്ങളെ മഹത്വപ്പെടുത്തും. യേശു നിങ്ങളുടെ കൂടെയുള്ളത് അറിയിക്കും. നിങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് യേശുവിന്റെ മഹിമയെ ഘോഷിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ മഹത്വപ്പെടുന്നതായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവമേ, ഈ മകനും ഈ മകളും നിരാശപ്പെട്ടിരിക്കുന്നു. അപമാനം, നിന്ദ, ഞെരുക്കം, തെറ്റായ കുറ്റാരോപണം, ജോലി ചെയ്യുന്ന വസിക്കുന്ന സ്ഥലങ്ങളിലെ പരിഹാസങ്ങൾ സഹിച്ച് വിഷമിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ. അതേ ജനങ്ങളുടെ നടുവിൽ അവരെ മഹത്വപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ